ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പുതിയ ടെക്നിക്കുമായിട്ടാണ്. അതാണ് ഹാവ് ആൻഡ് ഹാസിൻഡ്. അത് നമുക്ക് മലയാളത്തിൽ ടില്ല എന്ന് പറയാം. ഇത് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഈ ജസ്റ്റ് ഈ ടെക്നിക്ക് ഒന്ന് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഏതൊരു സിറ്റുവേഷനിലും നിങ്ങൾക്കത് പെട്ടെന്ന് ഉപയോഗിക്കാൻ സാധിക്കും. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഇവിടെ ഞാൻ ചെറിയൊരു ബ്രീഫ് നോട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എന്തൊരു കാര്യം പഠിക്കുമ്പോൾ അതിൻ്റെ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചിരിക്കണം അല്ലേ. എവിടെയാണ് ഉപയോഗിക്കുക, ഏത് വേർബിൻ്റെ കൂടെയാണ് ഉപയോഗിക്കുക, ഏത് സബ്ജക്റ്റിൻ്റെ കൂടെയാണ് ഉപയോഗിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സാമ്പിൾസ് വെച്ച് പറയാം കേട്ടോ. ഇവിടെ നോക്കിക്കേ, ഹാവ് ഇൻഡ് ഈസ് എ കോൺട്രാക്ഷൻ ഓഫ് ഹാവ് നോട്ട്. ഹാവ് നോട്ടിൻ്റെ ഒരു ഷോർട്ട് ഫോം ആണ് എന്ത്, ഹാവ് ഇൻഡ് എന്ന് പറയുന്നത്. നമുക്ക് ഷോർട്ട് ആക്കിയിട്ട് പറയാം എന്ത്, ഹാവ് ഇൻഡ്. അതുപോലെ ഹാസ് നോട്ടിൻ്റെ കോൺട്രാക്ഷൻ ആണ് എന്ത്, ഹാസ് ഇൻഡ്. ഇറ്റ് ഇൻഡിക്കേറ്റ് ദാറ്റ് സംതിങ് ഹാസ് നോട്ട് ബീൻ ഡൺ ഓർ എക്സ്പീരിയൻസ്ഡ്. അതായത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്തതായിട്ടും അത് ആ സംഭവം നടന്നിട്ടില്ലാത്തതുമായിട്ടുള്ള കാര്യത്തെ സൂചിപ്പിക്കാൻ നമുക്ക് ഹാവിൻഡ് ആൻഡ് ഹാസിൻ്റെ എന്ന വേർഡ്സ് ഉപയോഗിക്കാം. അതാണ് നമ്മൾ മലയാളത്തിൽ ടില്ല, പറഞ്ഞിട്ടില്ല, ചെയ്തിട്ടില്ല, പോയിട്ടില്ല. ഇതൊക്കെ എന്താണ് ടില്ല. മലയാളത്തിൽ നമുക്ക് വളരെ സിമ്പിളാണല്ലോ പറയാൻ. പക്ഷേ ഇംഗ്ലീഷിലോട്ട് വരുമ്പോൾ കുറച്ച് കണ്ടീഷൻസ് നമ്മൾ പാലിച്ചിട്ട് വേണം അത് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സ്വാഭാവികമായിട്ടും ഹാവ് നോട്ട് എന്ന് വരുമ്പോൾ അതൊരു നെഗറ്റീവാണ് അല്ലേ. ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല, ഇതൊക്കെ എന്താണ്, ഒരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. അപ്പോൾ ഈ ഹാവിൻ്റെ നെഗറ്റീവ് സെൻറ്റൻസിൻ്റെ കൂടെ ആയിരിക്കും വരിക. അതുപോലെ ഹാവിൻ്റെ ആൾസോ ക്യാൻ യൂസ് ഇറ്റ് ടു ഫോം ക്വസ്റ്റ്യൻസ്. ഹാവിൻ്റെ നമുക്കൊരു ക്വസ്റ്റ്യൻസ് ചോദിക്കാനും നമുക്ക് ഹാവിൻ്റെ യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നീ അത് ചെയ്തിട്ടില്ലേ, നീ അത് പറഞ്ഞിട്ടില്ലേ, ഇവിടെയൊക്കെ എന്താണ് ടില്ലേ എന്ന് വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഹാവിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഫോം ചെയ്യാൻ വേണ്ടിയിട്ടും ഹാവിൻ്റെ യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ ടെൻസിലോട്ട് വരാണെങ്കിൽ ഈ ഹാവിൻ്റെ ആൻഡ് ഹാസിൻ്റെ ഒരു പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസാണ്. ഐ ഹോപ്പ് യു ഗൈസ് ആർ നോ അബൌട്ട് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. ഇനിയിപ്പോൾ ടെൻസിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇനി നമുക്ക് സബ്ജക്റ്റ് വൈസിൽ ഹാവിൻ്റെ ഏത് സബ്ജക്റ്റിൻ്റെ കൂടെയാണെന്നും ഹാസിൻ്റെ ഏത് സബ്ജക്റ്റിൻ്റെ കൂടെയാണെന്നും കൂടെ മനസ്സിലാക്കിയിട്ട് നമുക്ക് എക്സാമ്പിൾസ് വെച്ച് പറയാം കേട്ടോ. ഈ ഹാവിൻ്റെ ഐ യു ദേ വി എന്ന സബ്ജക്റ്റിൻ്റെ കൂടെയാണ് ഹാവിൻ്റെ യൂസ് ചെയ്യുക. സോ ഐ ഹാവിൻഡ്, യു ഹാവിൻഡ്, ദേ ഹാവിൻഡ്, വി ഹാവിൻ. പിന്നെ പീപ്പിൾ, ചിൽഡ്രൻ, ഇതൊക്കെ എന്താ പ്ലൂറലാണ് അല്ലേ. ഒരു ഒന്നിൽ കൂടുതലുള്ളത് എന്തിനാ നമുക്ക് പ്ലൂറൽ സബ്ജക്റ്റ് എന്ന് പറയാം. ഈ പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ കൂടെ എന്തായിരിക്കും വരിക, ഹാവിൻ്റെ ആയിരിക്കും വരിക. അതുപോലെ ഹി, ഷീ, ഇറ്റ്, നെയിം എന്നീ സബ്ജക്റ്റിൻ്റെ കൂടെ ഹാസിൻ്റെ ആയിരിക്കും വരിക. അത് ഓർത്തെടുക്കുക. ഹാവിൻ്റെ അയ്യോ ദേവിയുടെ കൂടെയും ഹാസിൻ്റെ ഹി, ഷീ, ഇറ്റ്, നെയിമിൻ്റെ കൂടെയൊക്കെ എന്തായിരിക്കും വരിക, ഹാസിൻ്റെ ആയിരിക്കും വരിക. ഹി ഹാസിൻ, ഷീ ഹാസിൻഡ്, ഇറ്റ് ഹാസിൻ. പിന്നെ ആരുടെങ്കിലും പേര്, രാധ ഹാസിൻ, ഇങ്ങനെയൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. ഞാനിവിടെ കളക്റ്റീവ് നൗൺസും അൺകൗണ്ടബിൾ നൗൺസും മെൻഷൻ ചെയ്തിട്ടുണ്ട്. കളക്റ്റീവ് നൗൺസ് ഏതൊക്കെയാണ്, ടീം, ഫാമിലി, ഇതൊക്കെ എന്താണ്, ഒരു കളക്ഷനാണ് അല്ലേ. അതിൻ്റെ കൂടെ ഹാസിൻ്റെ ആയിരിക്കും വരിക. അതുപോലെ അൺകൗണ്ടബിൾ നൗൺസ് ആയിട്ടുള്ള എയർ, വാട്ടർ, ഇതൊക്കെ എന്താണ്, എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്ത നൗൺസുകളാണ് അല്ലേ. ഇതിൻ്റെ കൂടെയും എന്തായിരിക്കും വരിക, ഹാസിൻ്റെ ആയിരിക്കും വരിക. സോ ഗായ്സ്, ടില്ല എന്ന ടെക്നിക്ക് പഠിക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ട് മനസ്സിലാക്കിയെടുക്കണം. ഇനി നമുക്ക് എക്സാമ്പിൾസ് വെച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും കൂടെ ക്ലിയർ ആയിട്ടോ. സോ ലെറ്റ്സ് ലേൺ വിത്ത് മോർ എക്സാമ്പിൾസ്. ഇവിടെ നോക്കിക്കേ, ഞാൻ അവിടേക്ക് പോയിട്ടില്ല. ഇവിടെ ടില്ല ഉണ്ട് അല്ലേ. അപ്പോൾ എങ്ങനെ ഇംഗ്ലീഷിലോട്ട് പറയാം, ഐ ഹാവിൻ ഗോൺ ദർ. ഗോ എന്ന് പറഞ്ഞാൽ എന്താ, പോവുക. ഈ ഗോൻ്റെ V3 ഫോമാണ് എന്ത്, ഗോൺ. വെർബ് തേർഡ് ഫോമാണ് എന്ത്, ഗോൺ. അപ്പോൾ ഹാവിൻ്റെ ഹാസിൻ്റെ കൂടെ എന്തായിരിക്കും വരിക, V3 ഫോമായിരിക്കും വരിക. അപ്പോൾ അതും കൂടെ പഠിച്ചു വെക്കട്ടോ. ഐ ഹാവിൻ ഗോൺ ദർ. ഒരിക്കലും ഐ ഹാവിൻ ഗോ ദർന്നോ ഐ ഹാവിൻ വെൻ ദർന്നോ പറയരുത്. ഐ ഹാവിൻ ഗോൺ ദർ, V3 ഫോമായിരിക്കണം നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. സോ അടുത്ത എക്സാമ്പിൾ നോക്കാം. നീ അത് കഴിച്ചിട്ടില്ല. അതെങ്ങനെ പറയാം, യു ഹാവിൻ ഈറ്റൺ ദാറ്റ്. ഈറ്റ്, എയ്റ്റ്, ഈറ്റൺ എന്നാണ്. അപ്പോൾ V3 ഫോമായിട്ടുള്ള ഈറ്റൺ ആണ് നമ്മൾ ഹാവിൻ്റെ കഴിഞ്ഞിട്ട് ഇവിടെ ചേർത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അടുത്ത എക്സാമ്പിൾ നോക്കിക്കേ, അവർ എന്നെ വിളിച്ചിട്ടില്ല. ദ ഹാവിൻ കോൾഡ് മീ. കോൾഡ്, കോൾഡ്. ഹാവിൻ്റെ കഴിഞ്ഞിട്ട് V3 ഫോം എടുത്തു, കോൾഡ് ചേർത്തു. ദേൻ്റെ കൂടെ എന്തായിരിക്കും വരിക, ഹാവിൻ്റെ ആയിരിക്കും വരിക. ഐ യു ദേവി എന്ന സബ്ജക്റ്റിൻ്റെ കൂടെ ഹാവിൻ്റെ ആയിരിക്കും വരിക. അത് എപ്പോഴും മനസ്സിൽ വെക്കുക. അപ്പോൾ ദ ഹാവിൻ കോൾഡ് മീ. നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ചപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ സിമ്പിൾ എക്സാമ്പിൾസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ എക്സാമ്പിൾ നോക്കിക്കേ, ഞങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ല. വി ഹാവിൻ അറ്റൻഡഡ് ദ ഫംഗ്ഷൻ. അറ്റൻഡഡ് ആണ് വെർബ് V1, V2, V3 ഫോം കേട്ടോ. അപ്പോൾ ഓരോ സബ്ജക്റ്റിൻ്റെ കൂടെ ഞാൻ ഓരോ എക്സാമ്പിൾസ് വെച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഹാസിൻ്റെ ആണ്. ഹാസിൻ്റെ കൂടെ ഏതൊക്കെ സബ്ജക്റ്റ് വരിക, ഹി, ഷീ, ഇറ്റ്, നെയിം. അതുപോലെ കളക്റ്റീവ് നൗൺസ്, അൺകൗണ്ടബിൾ നൗൺസിൻ്റെ കൂടെയൊക്കെ എന്തായിരിക്കും വരിക, ഹാസിൻ്റെ ആയിരിക്കും വരിക. ഹാസിൻ്റെ മീനിങ് എന്ത് തന്നെയാണ്, ടില്ല എന്ന മീനിങ് തന്നെയാണ് കേട്ടോ വരുന്നത്.
ഇനി നമുക്ക് ഹാസിൻ വെച്ചിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. അവൾ പർച്ചേസ് ചെയ്തിട്ടില്ല. ഷീ ഹാസിൻ പർച്ചേസ്ഡ്. ഇവിടെയും V3 ഫോം തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത എക്സാമ്പിൾ എന്താ? അവൻ കാർ ഓടിച്ചിട്ടില്ല. ഹി ഹാസിൻ ഡ്രൈവൺ ദ കാർ. ഇവിടെ V3 ഫോം എങ്ങനെയാണ്? ഡ്രൈവ്, ഡ്രോവ്, ഡ്രൈവൺ. അതുകൊണ്ടാണ് നമ്മളിവിടെ ഡ്രൈവൺ യൂസ് ചെയ്തത് കേട്ടോ. സോ ഗായ്സ്, നിങ്ങൾ V1, V2, V3 ഫോം ഒന്ന് പഠിച്ചു വെക്കട്ടോ. കാരണം നിങ്ങൾക്കത് ലൈഫ് ലോങ് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയേ ചെയ്യുള്ളൂ. ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താലൊക്കെ കിട്ടും. അപ്പോൾ ജസ്റ്റ് അതൊന്ന് നോക്കി വെക്കാം കേട്ടോ. ഇനി നമുക്ക് ഇറ്റ് വെച്ചിട്ടുള്ള എക്സാമ്പിളാണ് നോക്കുന്നത്. ഇറ്റ് ഒരു സിംഗുലറാണ്. ഇറ്റിൻ്റെ കൂടെ ഹാസിൻ്റെ ആയിരിക്കും വരിക. ഇതിപ്പോഴും വർക്ക് ആയിട്ടില്ല. ഇറ്റ് ഹാസിൻ വർക്ക്ഡ്. വർക്ക്, വർക്ക്ഡ്, വർക്ക്ഡ് എന്നാണ് V1, V2, V3 ഫോം കേട്ടോ. ലാസ്റ്റ് എക്സാമ്പിൾ നോക്കിക്കേ. ജോൺ ഇന്ന് വന്നിട്ടില്ല. ജോൺ ഹാസിൻ കം ടുഡേ. നമുക്ക് ഡെയിലി കോൺവെർസേഷനിലൊക്കെ നമുക്ക് എപ്പോഴും യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണല്ലേ. അപ്പോൾ ആരുടെയെങ്കിലും പേര് വെച്ച് പറയുമ്പോഴൊക്കെ എന്ത് യൂസ് ചെയ്യുക? ഹാസിൻ്റെ യൂസ് ചെയ്യുക കേട്ടോ. ലാസ്റ്റായിട്ടൊരു കാര്യം കൂടെ, യൂസ് ഹാസിൻ വിത്ത് കളക്റ്റീവ് നൗൺസ് ആൻഡ് അൺകൗണ്ടബിൾ നൗൺസ്. കളക്റ്റീവ് നൗൺസിൻ്റെ എക്സാമ്പിളാണ് എന്ത്? ദ ഗവൺമെൻറ് ഹാസിൻ അനൗൺസ്ഡ് എ പോളിസി. ഞാനിവിടെ ജസ്റ്റ് എക്സാമ്പിൾ കൊടുത്തെന്ന് മാത്രം കേട്ടോ. അതുപോലെ ദ ഫാമിലി ഹാസിൻ ഡിസൈഡ് വെക്കേഷൻ സ്പോട്ട്. ടീം, ഫാമിലി, ഗവൺമെൻറ്, അതുപോലെ കളക്റ്റീവ് കമ്മിറ്റി, ഇതൊക്കെ എന്താണ്? കളക്റ്റീവ് നൗൺസിൻ്റെ എക്സാമ്പിളാണ് കേട്ടോ. അതുപോലെ അൺകൗണ്ടബിൾ നൗൺസ് ആയിട്ടുള്ള ദ എയർ, വാട്ടർ എന്നീ തിട്ടപ്പെടുത്താൻ പറ്റാത്ത കാര്യങ്ങളാണല്ലേ. ദ എക്സാമ്പിൾ എങ്ങനെ? ദ എയർ ഹാസിൻ ബീൻ പ്യൂരിഫൈഡ് ഇൻ ദിസ് റൂം. അതുപോലെ ദ വാട്ടർ ഹാസിൻ ബീൻ ടെസ്റ്റഡ്. ഇതൊക്കെ ഒന്ന് ജസ്റ്റ് എക്സാമ്പിൾ കൊടുത്തതാണ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങളൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അതുപോലെ വീഡിയോക്ക് എന്തെങ്കിലും സജഷൻസൊക്കെ ഉണ്ടെങ്കിലൊക്കെ കമൻ്റായിട്ട് എഴുതുക. പിന്നെ എന്തെങ്കിലും ഏത് തരം വീഡിയോസാണ് ചെയ്യേണ്ടത്, ഏതൊക്കെ ടോപ്പിക്കാണ് നിങ്ങൾക്ക് അറിയാത്തത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് മെൻഷൻ ചെയ്യുക കേട്ടോ. സോ ഗായ്സ്, സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.